പാത്രത്തിൽ നമ്മുടെ വെള്ളം വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഈ ബട്ടർ ക്രീമിനെ മോൾഡിങ് ഷേപ്പ് ആക്കാൻ നമുക്ക് എന്ത് വേണം, കോരിയെടുക്കാൻ ഒരു നനവ് വേണം. എന്നിട്ട് പതുക്കെ ഇതിന് ജസ്റ്റ് ഇങ്ങനെ കണ്ടോ, എത്ര ക്ലിയർ ആണോ നോക്കണ്ടോ? ഇല്ലെങ്കിൽ എന്താവും, ഈ കത്തിയിൽ പൊട്ടി പിടിക്കും. ഓക്കെ, ബാക്കി എക്സസ് ഇങ്ങനെ വെച്ചു. അടുത്ത ലെയർ നമ്മൾ താഴ്ഭാഗം മേലെ പറയില്ല, ഇതിനുള്ളിൽ ഒന്നും ഇടണ്ട കേട്ടോ. ലെമൺ ബട്ടർ ക്രീമാണ്, വേറെ ഒന്നും ഇടണ്ട. ജസ്റ്റ് ഇങ്ങനെ വെച്ചു. 5 വിരലുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യും. എന്തിനാണ്? ആ ക്രീമോട് ചേർന്ന് മേലത്തെ ഭാഗം നിൽക്കണം അല്ലേ. ഒന്നിങ്ങനെ വെച്ച് ഇടയിൽ എയർ കയറി നമ്മൾ ക്രീം വെക്കുമ്പോൾ ഉള്ളിൽ പോകും. അപ്പോൾ ജസ്റ്റ് ക്രീമും കേക്കുമായിട്ട് ഒരു എന്താ പറയുക, ഒരു ആത്മബന്ധം ഉണ്ടാവണം അല്ലേ. ഞാൻ നിങ്ങൾ തമ്മിൽ ആത്മബന്ധം ഉണ്ടായില്ലേ? നമ്മളിങ്ങനെ എന്ത് ചോദിച്ചാലും ഉത്തരം പറഞ്ഞു തരും. അതുപോലെ തന്നെ അവരിങ്ങനെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് വീണ്ടും ഞാൻ സ്പാച്ചിലിൻ്റെ ഈ സാധനം ഒന്ന് നൈഫ് നിറച്ച് വെച്ചു. അടുത്ത ക്രീമിനെ മൊത്തമായിട്ട് ഇടണേ. നമുക്ക് വേറെന്തെങ്കിലും ക്രീം വേണോ? കപ്പ് കേക്കിന് ഒരെണ്ണത്തിൽ 2 ആക്കി വെക്കാം അല്ലേ? നോക്കാം, മതി, വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഫുൾ കൊടുക്കട്ടെ. സോ ഇതിൻ്റെ സൈഡിലുള്ള പൊടിയൊക്കെ ഞാൻ കളയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് എന്താവും, വൃത്തികേടാവും. സൈഡിൽ പൊടിയൊക്കെ പിടിച്ച്. അപ്പോൾ എപ്പോഴും നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. വീണ്ടും ഞാൻ എക്സസ് ക്രീമിൽ തേച്ച് ആദ്യം അറ്റത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നീക്കി കൊണ്ടുപോവാ. ഇങ്ങനെ കൊണ്ടുപോയി ജസ്റ്റ് ഇങ്ങനെ ആക്കി. അപ്പോൾ എന്തായി, ഇവിടുത്തെ ലെയർ എൻ്റെ കറക്റ്റായി. ബാക്കി സൈഡിലുള്ള ലെയറിന് വേണ്ടിയിട്ട് വീണ്ടും ഞാനിങ്ങനെ എടുത്തു. അത് മുഴുവൻ എടുത്തോടാം. ഈ സാധനത്തിന് ജസ്റ്റ് ഒരുപാട് ക്രീം വേണ്ട. ബട്ടർ ക്രീമിന് 100 ഗ്രാമിൻ്റെ ഒരു ക്രീം മതി. 2 കപ്പ് പൈസക് ഷുഗർ മതി ഒരു കേക്കിന്. അത് നമ്മുടെ മനസ്സിൽ കണക്കാണ്. നാളെ കസ്റ്റമർ ബട്ടർ ക്രീം കേക്ക് ഏറ്റവും വിലയുള്ളതും ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന കേക്കാണിത്. ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ ബെസ്റ്റ് കേക്കാണ് ലെമൺ ബട്ടർ ക്രീം കേക്ക്. അതാണ് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് അഡ്വാൻസിൽ കൊടുക്കുന്നതാണ്. പക്ഷേ ജസ്റ്റിൻ്റെ ഒരൊറ്റ നിർബന്ധം മൂലം ഞാൻ നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കും. ഇതൊരിക്കലും ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കില്ല, ഇത് മാത്രമേ പഠിപ്പിച്ചുള്ളൂ. ഓക്കെ, പിന്നെ ബട്ടർ കൊണ്ട് കേക്ക് ഉണ്ടാക്കില്ലേ എന്ന് ചോദിച്ച് ഒരുപാട് കുട്ടികൾ ചോദിക്കണമുണ്ട്. അവർക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇസാഫിൽ ഒരു പയ്യനുണ്ട്, അവനാണ് ഇത് വേണമെന്ന് നിർബന്ധം. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ സൈഡ് തേച്ച് വരാണ്. സൈഡിൽ ഓൾറെഡി ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഒരുപാട് ക്രീം വേണ്ട. ഈ സൈഡിലുള്ള ക്രീം തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തേച്ച് സെറ്റാക്കുവാണ്. നമ്മൾ ഒരു സൈഡ് മാത്രമാണ് കറക്കുന്നത്, കാണുന്നുണ്ടോ? അല്ലാണ്ട് എല്ലാ ഭാഗവും ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ കറക്കലല്ല ഐസിങ്. ഒരു സൈഡ് അറ്റ് എ ടൈം, ഒരു സൈഡ് മാത്രം യൂസ് ചെയ്യുക. ഈ കൈ യൂസ് ചെയ്യുന്നു, ഈ ഭാഗം യൂസ് ചെയ്യണം. ഇവിടെ മാത്രം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ. എന്താ വീണ്ടും 2ാമത്തെ റൗണ്ട് വരുവാണ് കണ്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ക്ലോസ് ആയി വരുന്നുണ്ടോ ക്രീം? ഇതിനകത്ത് ഒരുപാട് ക്രീം വരില്ല, ബിക്കോസ് ഇത് ലെമൺ ബട്ടർ ക്രീം ആയതുകൊണ്ട് കേട്ടോ. ഇവിടെ സ്റ്റൗവില്ല. സ്റ്റൗ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ചൂടാക്കി ഒന്നുകൂടെ ഭംഗിയിൽ വരും. ഇത് മാം ചൂടാക്കണം. ഈ നൈഫ് ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും നമ്മൾ. അതിന് പകരം ഇപ്പോൾ വെള്ളം ആക്കുന്നത്. ഓക്കെ, ചൂടാക്കി ചെയ്യുമ്പോൾ വൃത്തിയിൽ ഫിനിഷിങ് കിട്ടും. ഓക്കെ, ഓൾമോസ്റ്റ് സൈഡൊക്കെ വെച്ചു. ഇത് മറ്റേ ക്രീം കേക്ക് പോലെ ഓവർ ഡെക്കറേഷൻ ഇല്ല. ഓക്കെ, ഇതാ 3ാമത്തെ റൗണ്ട് ഞാൻ സൈഡ് ഫിനിഷ് ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൊടുക്കുന്ന ഏറ്റവും ബെറ്റർ കേക്ക്, ഏറ്റവും നല്ല കേക്ക് കേട്ടോ. ഇനി ഫിനിഷ് ചെയ്യണേ. താഴെ ഏകദേശമായി, മേലെ ഏകദേശമായി. ഇന്ന് പലതും ചെയ്യാം അല്ലേ. 100 ഗ്രാം ബട്ടർ എല്ലാവരും വാങ്ങിക്കാൻ പറ്റും. ന്യൂ ഇയറിന് ചെയ്യാൻ. ആ, ന്യൂ ഇയറിന് നന്നായി ചെയ്യാം. ന്യൂ ഇയറിന് ചെയ്യാം.
സ്റ്റാൻഡ് നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമോടാ. ഇത് 2000 രൂപയാണ് ഈ സ്റ്റാൻഡിന്. ഇപ്പോൾ നിങ്ങൾ ആദ്യം ചെറിയ സ്റ്റാൻഡൊക്കെ വാങ്ങി പഠിക്കുന്നിട്ട് അത് പ്ലാസ്റ്റിക് ആണ്, അത് വലിയ ഗുണമല്ല.